ഒരു 50 രൂപ എടുക്കണ്ടോ? എന്റെ അടുത്തില്ല. കൊണ്ടുവരാ. ഞാൻ നാളെ തരണ്ടേ പൈസ? ഇല്ല. ഇല്ലല്ലേ? 50 രൂപ എടുക്കാം. എന്റെ അടുത്ത് തന്നെ പൈസ ഇല്ല. ഇന്നത്തെ മൂപ്പെടുക്ക്. അയ്യോ, നമ്മുടെ കുഞ്ഞാപ്പല്ല വരണേ. ഓൻ്റെ അടുത്ത് 100 രൂപ നാളെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ എന്താ ചെയ്യാൻ? പോട്ടെ, വേഗം പോട്ടെ. ചന്ദ്രേട്ടൻ വണ്ടിന് ചന്ദ്രേട്ടൻ എന്താ പറ്റി? ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടൻ നിക്കുന്നു, ഞാനുണ്ട്, നിക്കുന്നു. ആരാ കുഞ്ഞാപ്പോ? അന്ന ഞാൻ കണ്ടില്ല കുഞ്ഞാപ്പോ. ഇന്നെ വിളിച്ച് ഞാൻ കണ്ടില്ല എന്നെ. എന്താ കുഞ്ഞാപ്പോ? ചന്ദ്രേട്ടാ, നിങ്ങൾ ഇന്നെ മറന്നു. നിങ്ങൾ നാളെ ഒരു ദിവസം ഇന്റെ 100 രൂപ മേടിച്ച് പോയതല്ലേ. പിന്നെ ഞങ്ങളെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ എവിടെയും ദുബൈക്ക് പോയിന്നാ? കൊറേ ആളെ കണ്ടിട്ട്. അപ്പോ ഞാൻ ലണ്ടനില് പോയിക്കരു ഒരു അത്യാവശ്യ കാര്യത്തിന്. ഞാൻ ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ ഞാന്. ഞാൻ ഇപ്പൊ ഒരു 100 രൂപ തരാണ്ടല്ലോ. അത് ഞാൻ നാളെ തരാട്ടോ. ഇതൊന്നും വിചാരിക്കരുത്. അതെ, ആ 100 രൂപ ഇന്നാളത്തെ 100 രൂപയല്ലേ? അത് ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ടാ. അപ്പൊ ഉമ്മ പറഞ്ഞേ അത് ഇനി വാങ്ങണ്ട, ഒരു മുത്ത മനുഷ്യനല്ലേ, അതിന് വല്ല ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, അതുകൊണ്ട് ഉമ്മ വാങ്ങണ്ടെന്ന് പറഞ്ഞു ചന്ദ്രേട്ടാ. ഉമ്മ അങ്ങനെ പറഞ്ഞില്ലേ? പെരുന്നാളൊക്കെ അല്ലേ? ഈ പെരുന്നാളൊക്കെ ആയിട്ട് എങ്ങോട്ടാണോ പാത്രം കയറ്റി പോണേ? എനിക്ക് തരാനുള്ള പൈസ തരാട്ടോ. ഉണ്ടെങ്കിൽ ഒരു 50 രൂപ ആക്കി തരുമോ? ഉണ്ടാവോ? ഉണ്ടെങ്കിൽ കൊണ്ടാ. പാത്രല്ലല്ലോ, ഇതില് ബിരിയാണിയാണ്. ഞാന് നമ്മളെ ബേബി ചേച്ചി ഉണ്ടല്ലോ, ഉമ്മ അറിഞ്ഞ് ബേബി ചേച്ചിക്ക് ബിരിയാണി കൊണ്ടെടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇനി 50 രൂപ തരാനോ? ഇന്നാളെ 50 രൂപ എന്നിട്ട് ഇമ്മാന്റെ ചീത്ത അറിഞ്ഞ ക്ഷീണം മാറ്റില്ല. ഇനി ഞാൻ തരൂല. ഇനി എൻ്റെ അടുത്ത് കായൊന്നും ഇല്ല എടുക്കാന്. ഇനി കായുണ്ടെങ്കിൽ എനിക്ക് ലൈസ് മേടിച്ചൂടെ? ഞാൻ പോവാണ്. ഇത് നിങ്ങൾക്കല്ല, ബേബി ചേച്ചിക്കാണ്. പിന്നെ കച്ചെടുക്ക്. ഇങ്ങക്ക് തരാൻ പറ്റൂല. ഇങ്ങനത്തെ ഇത് നോക്കിണ്ടെങ്കിലേ നിങ്ങൾ കൊതി കൂടൂലേ? കൊതി കൂട്ടിട്ടുണ്ടെങ്കിലേ എനിക്കും എൻ്റെ അമ്മക്കും വയറുവേദന പിടിക്കും. അതൊരിപ്പൊ നിങ്ങൾ നോക്കണ്ട. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇമ്മാട് പറഞ്ഞിട്ട് രാത്രി കൊന്നേണ്ടി ട്ടാ. എടാ കുഞ്ഞാപ്പോ, എന്നാ ഇക്കിച്ച് രാത്രി കൊടുന്നിട്ടോ. മറക്കരുതിട്ടോ, മറക്കരുത്. ഞാൻ പോവാട്ടോ. ബിരിയാണിയൊക്കെ കിട്ടലോ? സന്തോഷായി. എനിക്ക് ബിരിയാണി തരില്ല. ഇതെന്നക്കണാ? ഞാന് തരൂല്ല ഇനി. എവിടെയൊക്കെ നോക്കി ബേബി ചാച്ചിനെ കൊലായ്മൊന്നും കണ്ടില്ല. ബേബി ചേച്ചി ഇവിടെ നിൽക്കുന്നു. ഞാൻ എത്ര കൊലായിന്റെ അവിടെ എത്ര വിളിച്ചെന്നറിയോ? നിങ്ങൾ ഇവിടെ അങ്ങനെ വന്നിക്കണില്ല. ഇവിടെ വരിന്നു. ഇതെന്ന് ബിരിയാണി കൊടുക്കണ്. എന്താ പെരുന്നാളായിട്ട് ബിരിയാണി ആയിട്ട് വന്നതാ? ഇമ്മ പറഞ്ഞേ ബിരിയാണി ബേബി ചേച്ചിക്ക് കൊടുക്കാൻ പറഞ്ഞേ. നിങ്ങൾ പെരുന്നാളല്ലേ, ബേബി ചേച്ചിക്കും പെരുന്നാളുണ്ടല്ലേ. ബേബി ചേച്ചി ചാരിയൊക്കെ ചുറ്റിട്ട് സുന്ദരി ആയിക്കണല്ലോ. ഞാൻ അമ്മേന്റെ അടുത്ത് പോയിട്ട് വരിക. വരുന്ന സമയത്ത് കിണറ്റുന്ന എന്തോ ഒച്ച കേട്ട് വന്ന് നോക്കിയതാ ഞാൻ. എന്താന്ന് അറിഞ്ഞിട്ടില്ല, നോക്കട്ടെ. ബേബി ചേച്ചിക്കും അമ്മേന്റെ അടുത്ത് പോയിന്നാവൂല്ലേ? എന്നാ ബിരിയാണി ഞാൻ പോട്ടെന്നാ. വെള്ളൊന്നും വേണ്ട ബേബി ചേച്ചിയെ. ഞാനിപ്പോ പെരുന്നാളായിട്ട് വെള്ളം നിറച്ചിട്ട് ബിരിയാണി ഒക്കെ തിന്നിക്കണ്. ഇനി വേണ്ടെന്ന്, ഇനിയിപ്പോ കുടിക്കണ. വേണ്ട, എനിക്ക് കുറച്ചരിക്കട്ടെ പേരെ പോയിട്ട് കുറച്ചരിക്കൊണ്ട് ബിരിയാണി തിന്നാനുള്ളതാണ്. ഇനിയിപ്പോ വെള്ളം കുടിച്ചില്ലെങ്കിലേ പറ്റൂല. ഞാൻ പിന്നെ ഒരു ദിവസം വന്നിട്ട് വെള്ളം കുടിക്കൂട്ടാ. മാത്രം ഞാൻ കുറച്ചിട്ട് വരണ്ടേ, അപ്പൊ തന്നാ മതിട്ടാ. പെരുന്നാളായിട്ട് പുതിയ കുപ്പായൊക്കെ ഇട്ടുണ്ടല്ലോ ഇന്റെ മായി തന്നെ. അതിപ്പോ ഞാൻ ചോദിക്കണ്ടേ തന്നതാണ് അത് കൊട്ടാച്ചിന്ന്. ഞാനേ ചേച്ചി ഇല്ലേ, അവർക്ക് ഉമ്മ പറഞ്ഞ് ബിരിയാണി കൊണ്ടെടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ ബിരിയാണി കൊണ്ടെടുത്ത് വരികയാണ്. എന്നോട് പറയണ ചാരോടും പറയണ്ട, എന്റെ അമ്മ സൂത്രക്കാരിയാണ്. ഉമ്മ പറഞ്ഞേ എടാ കുഞ്ഞാപ്പോ ഓണക്കാണ് വരുന്നത്. അപ്പൊ നമ്മളിപ്പോ കുറച്ച് ബിരിയാണി കൊണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഓണത്തിന് വാഴക്ക തരൂ, പായസം തരൂ, പുളിഞ്ചി തരൂ, അതൊക്കെ തരൂന്ന് അറിഞ്ഞ്. അങ്ങനെ എന്റെ അമ്മ എന്നോട് കൊണ്ടുവെക്കാൻ പറഞ്ഞതാണ്. അതൊക്കെ കിട്ടിച്ചിട്ടാണ്
നിന്റെ ഉമ്മ വല്ലാത്തല്ലേ ഇത് ഒന്നൊന്നര സൂത്രായി പോയി ഞാൻ പോട്ടടാ അത് തിരിച്ചും കിട്ടുവെച്ചിട്ട് കൊടുക്കാണ് അല്ലേ എന്റെ മാരോട് പറയാ അല്ലെങ്കിൽ ഇത് കൊടുത്ത ചെയ്യാൻ തിരിച്ചു തരുമല്ലോ നമ്മളാണ് കൊടുത്താലേ പിന്നെയും തിരിച്ചു കിട്ടിയ അങ്ങനെ ഞാൻ പോട്ടട്ടാ അത് ശരിയാണ് ആർക്കും ഒന്നും കൂടി ചോറ് കഴിക്കണോ നല്ല രസം അമ്മ നെച്ചോറാണ് ബിരിയാണി ഉണ്ടാക്കി നെച്ചോറ് ഉണ്ടാക്കിയില്ല എന്നാ ഞാൻ പോട്ടട്ടാ ഇത് വൈകിട്ടാണ്ട് വരിക ആ